നമസ്കാരം. ഇന്ത്യക്കാരുടെ ഏറ്റവും ജനപ്രിയ കാറുകളിലൊന്നായി മാരുതി സുസുക്കി വാഗണർ മാറിയിട്ട് കാലം കുറച്ചായിട്ടുണ്ട്. ഒന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ വാഗണർ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണെന്നും വേണമെങ്കിൽ പറയാം. ടോൾ ബോയ് ഡിസൈൻ, കിടിലൻ സ്പേസ്, നല്ല മൈലേജ്, കുറഞ്ഞ വില എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു കിട്ടുന്ന ഒരു അടിപൊളി ഫാമിലി വാഹനം തന്നെയാണ് വാഗണർ എന്ന് നിസ്സംശയം പറയാം. 1999 ഡിസംബറിൽ പുറത്തിറങ്ങിയ മോഡൽ ഇന്നും 10,000-കണക്കിന് യൂണിറ്റുകളാണ് ഓരോ മാസവും വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണക്കാരന് പറ്റിയ വണ്ടി എന്ന് നിസ്സംശയം ഇതിനെ വിളിക്കാം. പ്രായോഗികതയും കാര്യക്ഷമതയും കൊണ്ട് ഇന്ത്യൻ ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ വളരെ കാലമായി ആധിപത്യം പുലർത്തുന്നുണ്ടെങ്കിലും മാരുതി വാഗണർ കണ്ടു മടുത്തവരും ഉണ്ട് കേട്ടോ. മോഡേൺ ഫീച്ചറുകളും മികച്ച സേഫ്റ്റിയും അത്യാധുനിക സാങ്കേതിക വിദ്യയും വാഗ്ദാനം ചെയ്യുന്ന മറ്റ് നിരവധി വാഹനങ്ങൾ വിപണിയിലുള്ളതിനാൽ തന്നെ വാഗണാറിനെ ഒഴിവാക്കിയാലും തെറ്റൊന്നും പറയാൻ കാണില്ല. അതേ ബജറ്റിൽ ആളുകൾക്ക് വാങ്ങിക്കാവുന്ന മികച്ച ഫീച്ചറുകളുള്ള വാഹനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഇതിലാദ്യത്തേത് റെനോ ക്വിഡ് ആണ്. ഒരു മിനി SUV പോലെ തോന്നിക്കുന്ന ക്വിഡ് ഇന്നും ചെറുകാർ സെഗ്മെന്റിലെ കിടിലൻ മോഡൽ തന്നെയാണ്. ഒന്നാന്തരം പ്രായോഗികതയാണ് ഇതിന്റെ പ്രത്യേകതയായി പറയാനുള്ളത്. സിറ്റി യാത്രകൾക്ക് പറ്റിയ നല്ല പെർഫോമൻസ് ഉള്ള 1.0 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് റെനോ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം മാനുവൽ AMD ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ കൂടിയാകുമ്പോൾ ആൾ ഉഷാറാണെന്ന് പറയാം. 4,69,000 രൂപ മുതൽ 6,44,000 രൂപ വരെയാണ് ഇതിന്റെ എക്സ് ഷോറൂം വില വരുന്നത്. ചെറുകാർ വിഭാഗത്തിൽ ടിയാഗോ, അതായത് ടാറ്റ ടിയാഗോ പോലൊരു നല്ലൊരു കാർ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഓടിക്കാനുള്ള എളുപ്പവും സേഫ്റ്റിയും കോമ്പാക്ട് രൂപവും എല്ലാം ടിയാഗോയെ വേറിട്ട് നിർത്തുന്ന സംഗതികളാണ്. 4,99,000 രൂപ മുതൽ 8,74,000 രൂപ വരെയുള്ള എക്സ് ഷോറൂം വിലയിൽ വരുന്ന ഈ ഒരു കാറിന് ഡിമാൻഡ് ഇപ്പോൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ സാന്നിധ്യം കൂടിയാകുമ്പോൾ സംഗതി കളറാകുന്നുണ്ട്. CNG ഓപ്ഷനിലും ടാറ്റയുടെ കുഞ്ഞൻ ലഭ്യമാണ്. ഇതുകൂടാതെ 8 സ്പീക്കറുകൾ, ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പുകൾ, റെയിൻ സെൻസിംഗ് വൈപ്പറുകൾ, R14 ഹൈപ്പർ സ്റ്റൈൽ വീലുകൾ, C ടൈപ്പ് ഫാസ്റ്റ് ചാർജർ, LED, DRL, ഡ്യുവൽ ടോൺ സൺറൂഫ് എന്നിങ്ങനെയുള്ള ഹർമൻ്റെ 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉൾപ്പെടെയുള്ള അത്യാധുനിക ഫീച്ചർ ലിസ്റ്റാണ് ടാറ്റ ടിയാഗോയെ വേറിട്ട് നിർത്തുന്ന കാര്യങ്ങൾ. വാഗണാറിൻ്റെ വിലയ്ക്ക് കിട്ടുന്ന മറ്റൊരു മികച്ചൊരു കാർ എന്ന് പറയാൻ സാധിക്കുന്നത് സിട്രൻ്റെ C3 ആണ്. ആധുനിക സാങ്കേതിക വിദ്യകളോട് കൂടിയ ബോൾഡും മസ്കുലറുമായ ഡിസൈൻ ആരെയും മോഹിപ്പിക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഓട്ടോമാറ്റിക് AC, 6 എയർ ബാഗുകൾ, ഇലക്ട്രിക് ഫോൾഡിംഗ് ORVM, LED പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ, 15-ഇഞ്ച് അലോയ് വീലുകൾ, TPMS സിസ്റ്റം എന്നിവ പോലുള്ള മോഡേൺ ഫീച്ചറുകളാൽ ആള് സമ്പന്നൻ തന്നെയാണ്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ്, 1.2 ലിറ്റർ ടർബോ പെട്രോൾ എന്നിങ്ങനെ 2 മികച്ച എഞ്ചിൻ ഓപ്ഷനുകളാണ് ഇതിലുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് ഗംഭീര റൈഡിംഗ് തരുന്ന അനുഭവം തന്നെയാണ്. ഇതിൻ്റെ സസ്പെൻഷനും അടിപൊളിയാണ്. 6,15,000 രൂപ മുതലാണ് ഇതിൻ്റെ വില ആരംഭിക്കുന്നത്. എങ്കിലും അല്പം കൂടി കാശ് ഇറക്കിയാൽ 10,26,000 രൂപയ്ക്ക് എല്ലാ ഫീച്ചറുകളും മറ്റുമുള്ള ടോപ്പ് എൻഡ് വേരിയന്റും വീട്ടിലെത്തിക്കാൻ സാധിക്കും. ഹ്യുണ്ടൈ ഗ്രാൻഡ് ഐ10 നിയോസ് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടൈയുടെ അണ്ടർ റേറ്റഡ് കാറുകളിൽ ഒന്നാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, റിയർ AC വെന്റുകൾ, C ടൈപ്പ് USB ചാർജറുകൾ, വയർലെസ് ചാർജറുകൾ, ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പുകൾ, ഹിൽ അസിസ്റ്റ് കൺട്രോൾ, TPMS സിസ്റ്റം, വോയിസ് റെക്കഗ്നേഷൻ സിസ്റ്റം എന്നിവ പോലുള്ള കിടൽ ഫീച്ചറുകളാൽ കാർ യോഗ്യം തന്നെയാണ്. 5,92,000 രൂപ മുതൽ 8,23,000 രൂപ വരെയാണ് ഹ്യുണ്ടൈ ഗ്രാൻഡ് ഐ10 നിയോസിന് വരുന്ന എക്സ് ഷോറൂം വിലകൾ. പെട്രോൾ അല്ലെങ്കിൽ CNG ഫ്യൂവൽ ഓപ്ഷനൊപ്പം വാങ്ങാവുന്ന കാറിന് നല്ലൊരു പെർഫോമൻസ് റേഞ്ച് കിട്ടുന്നുണ്ട്. പെട്രോളിൽ 82 bhp കാര്യത്തിൽ പരമാവധി 114 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള തരത്തിലാണ് ഹാച്ച് ബാക്ക് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വാഗണറിനേക്കാൾ ആ ഒരു റേഞ്ചിന് മികച്ച എന്തെങ്കിലും വാങ്ങണമെന്നുള്ളവർക്ക് ഈ മോഡലുകൾ കണ്ണും പൂട്ടി വാങ്ങാവുന്നതാണ്.